ഗൈസ് അസ്സലാമു അലൈക്കും. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എഗ്ഗ് ഫ്രൈ ആക്കിയതാണ്. ഇത് നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റെല്ലാം വന്നാൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിഡിൽ ഐറ്റമാണ്. പിന്നില്ലേ നോമ്പിന് 30 ദിവസം ഉണ്ടാക്കുന്ന ഒരേ ഒരു ഐറ്റമാണ് എഗ്ഗ് ഫ്രൈ ആക്കിയത്. പിന്നെ ഇതൊരു വടകര സ്പെഷ്യലും കൂടിയാണ്. ഞാൻ 4 എഗ്ഗ് വെച്ചിട്ടാണ് ഫ്രൈ ആക്കാൻ പോകുന്നത്. ഇനി എഗ്ഗ് കുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഗ്യാസ് മേൽ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെള്ളത്തിലേക്ക് 4 എഗ്ഗ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് സോൾട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതെന്തിനാന്ന് വെച്ചാൽ എഗ്ഗ് പെട്ടെന്നൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഫൈനലി ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ എഗ്ഗ് കുക്കായിനോന്ന് തിരിയാൻ എഗ്ഗ് പൊട്ടി വന്നാലാണ് മനസ്സിലാവുക. ഇനി നമുക്ക് ഗ്യാസും വന്ന് എഗ്ഗ് ഇറക്കി വെക്കാം. ഇനി ചൂട് ആറിയതിന് ശേഷം എഗ്ഗിൻ്റെ തോട് പൊളിച്ചെടുക്കണം. പിന്നെ ഒരു കാര്യം, ചൂടാറിയതിന് ശേഷം പൊളിച്ചാലാണ് നല്ല മൊഞ്ചിൽ കിട്ടുള്ളൂ. പിന്നെ ജസ്റ്റ് ഒന്ന് എഗ്ഗ് വാഷ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് എഗ്ഗിന് വരയിട്ട് കൊടുക്കാം. ഞാൻ ഒരു കത്തി വെച്ചിട്ടാണ് വരയിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് എഗ്ഗ് ഒന്ന് മാറ്റി വെക്കാം. പിന്നെ ഒരു പാന് ഗ്യാസ് മേൽ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ പാനൊന്ന് ചൂടായി വന്നാൽ ഇതിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ടർമറിക് പൗഡറും 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും 1/2 ടീസ്പൂൺ ക്യുമിൻ പൗഡറും 1 ടീസ്പൂൺ പെപ്പർ പൗഡറും 2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡറും ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള സോൾട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്താക്കുക, നല്ലോണം മിക്സാക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് എഗ്ഗ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. പിന്നെ ഒരു കാര്യം, ഇത് അധികം ഫ്രൈ ആക്കാൻ പാടില്ല. അധികം ഫ്രൈ ആക്കിയാൽ ഭയങ്കര ഹാർഡായി പോവും. അപ്പം കഴിക്കാൻ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഇനി ഇതുപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കൊറിയാൻഡർ ലീവ്സും കറി ലീവ്സും മിക്സാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഞാൻ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഫൈനലി എഗ്ഗ് ഫ്രൈ സെറ്റായിട്ടുണ്ട്. എങ്ങനെയുണ്ട് നല്ല മുഞ്ചിൽ കാണാൻ തിന്നാൻ തോന്നില്ലേ? ഉണ്ട് എനിക്കറിയാം. പിന്നെ ഒരു വൈകുന്നേരത്തെ ചൂട് കട്ടൻ ചായൻ്റെ കൂടെ നല്ല കിഡിൽ എഗ്ഗ് ഫ്രൈ ആക്കിയതോ അസലാണ്. മയം കൂടി ഉണ്ടെങ്കിൽ സെറ്റാണ്. എന്നാൽ ഈ മൊഞ്ചിൽ എഗ്ഗ് ഫ്രൈ ചെയ്ത് ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. എൻ്റെ അടുത്ത വീഡിയോ കാണാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.